ഹലോ. ഇപ്രാവശ്യത്തോളം ഞാൻ ആഘോഷം നാട്ടിലായിരുന്നു കേട്ടോ. രഞ്ജിത്തിനോടും ബാംഗ്ലൂരിൻ്റെ ഒക്കെ യാത്ര പറഞ്ഞ് ട്രെയിനിലായിരുന്നു യാത്ര. ട്രെയിനിൽ ഇരുന്നപ്പോൾ സത്യം പറയാൻ ഞാൻ നാട്ടിലോട്ട് അങ്ങനെ എത്തിയാൽ മതി, എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തോണത്തേക്കാൾ ഇപ്രാവശ്യത്തോണം അങ്ങ് അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലായിരുന്നു ഇരുന്നത്. സാധാരണ പോലെ വായിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങി ഇങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ചെയ്തില്ല. ബുക്സൊക്കെ എടുത്ത് കൈ വെച്ചെങ്കിലും വായിച്ചൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഓണത്തിന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം കഴിഞ്ഞ ഓണം ഈ ഇടയ്ക്ക് കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പം അടുത്ത ഓണം വന്നു, അതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ റിനോവേഷൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ക്ലീനിങ്ങിനൊക്കെ. അത് കഴിഞ്ഞ് ഉത്തരാടത്തിന് രാത്രിയാണ് ഞങ്ങൾ അത്തപ്പൂ ഇട്ടത്. പിന്നെ ഉത്രാടപ്പാച്ചിലും ഉത്രാട വിളക്കും അങ്ങനെ എന്തൊക്കെ പരിപാടിയായിരുന്നു. ഞങ്ങളുടെ അവിടെയാണ് ഇങ്ങനെ വിളക്ക് കത്തിക്കലൊക്കെ ഉള്ളത്. നിങ്ങളുടെ അവിടെ കൊണ്ടൊന്നും എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ പറ കേട്ടോ. പിന്നെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സദ്യ തന്നെയായിരുന്നു. അമ്മയുടെ വക എല്ലാ അടിപൊളി കറികളും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയുടെ പായസത്തിലൂടെ എൻ്റെ പായസം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അമ്മയുടെ വക പായസം പാലടപ്രഥമനായിരുന്നു. നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ടേസ്റ്റിലുമായിരുന്നു അമ്മ ഉണ്ടാക്കിയത്. അതിനെ പറയണ്ടല്ലോ, അമ്മയുടെ കൈപ്പുണ്യം അടിപൊളിയാണ്. നാട്ടിലെല്ലാവർക്കും കൊടുക്കാനും പറ്റും. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും 1-2 ദിവസത്തേക്കിനുള്ള ഉണ്ടായിരുന്നു. ഇത് എൻ്റെ വക പായസം പാലടപ്രഥമൻ. ഇത് ഞങ്ങൾ 4 പേർക്ക് തികയത്തുള്ളായിരുന്നു. അത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നായിരുന്നു എൻ്റെ അഭിപ്രായം കേട്ടോ. എന്തായാലും ഇനി അടുത്ത ഓണത്തിന് ഇതിൻ്റെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. എന്ത് പറയുന്നു? ഓക്കെ, ബൈ.